ഗായ്സ്, ഇന്ന് ക്രിസ്മസ് അല്ലേ? ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? അപ്പൊ ഞാൻ ക്രിസ്മസ് ആയിട്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ആണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഞാനും മക്കളും കൂടെ ദേ ഓടി പോണത് എങ്ങോട്ടാണെന്നല്ലേ? ഞാനൊരു വീട്ടില് കാർഡ്ബോർഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ പോകും. കാർഡ്ബോർഡ് ഉണ്ടാവുക കാർഡ്ബോർഡ് കിടക്കണ ഇത് സരസ്വതി അമ്മയാണ്. മിന്നൂട്ടൻ അമ്മ 2 പഴമൊക്കെ കൊടുത്തേ. ഞാൻ ഇവിടെ നിന്നിട്ട് ഈ കാർഡ്ബോർഡ് അത്രയും പോയി എടുത്തോണ്ട് വരുന്നത്. നേരത്തെ ഞാനൊരു വാൾഡക്കർ ഉണ്ടാക്കിയത് ദേ ഇവിടെ നിന്നെടുത്ത കാർഡ്ബോർഡ് വെച്ചിട്ടാണ്. ഇപ്പൊ ചെന്നപ്പോൾ കാർഡ്ബോർഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ള കാർഡ്ബോർഡുകളൊക്കെ എനിക്ക് അവരെടുത്ത് തന്നു. നേരെ ഞാൻ അതും കൊണ്ട് ഇനി വീട്ടിൽ വന്നേ. അപ്പം നമ്മളെ പണി തുടങ്ങുവാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഇരുന്നത് രാത്രിയാണ് കേട്ടോ. അപ്പം നമ്മൾ രാത്രിയും പകലും ഒക്കെ ആയിട്ടിരുന്ന് ഉണ്ടാക്കിയിട്ടേ നമുക്ക് ഓരോന്ന് തീർക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നല്ല രീതിയിൽ പണി ചെയ്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. ആ കിട്ടിയ കാർഡ്ബോർഡ് മാത്രമല്ല കേട്ടോ, നേരത്തെ തന്നതിൻ്റെ ബാക്കി കുറച്ച് കാർഡ്ബോർഡ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുതേ. നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്ത് കാണിച്ചിരുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്രിസ്മസ് ട്രീ ചെയ്യാവോന്ന്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഈ കുറേ വട്ടങ്ങൾ വെട്ടിയെടുക്കുന്നുണ്ട്. ഇത് ഈ കാണിക്കുന്ന നല്ല കട്ടിയാണ് കേട്ടോ, അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു ആ കാർഡ്ബോർഡിന്. അപ്പോൾ ഇത് ഇതുപോലെ കുറേ വട്ടങ്ങൾ ഞങ്ങൾ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനും അണ്ണനും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ദേ വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോണ രീതിയിലാണ് കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അളവ് കൊടുക്കാം. അപ്പോൾ ദേ ആ ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ ഒന്ന് ഞണങ്ങിയൊക്കെ പോകുന്നുണ്ടായിരുന്നേ. ഞണങ്ങിയെന്ന് വെച്ചാൽ മടങ്ങിയൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളിതേ 2 എണ്ണം വെച്ചിട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വലിയ വട്ടത്തിന് നല്ല കട്ടിയുള്ളതുണ്ട്, അത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അത് ഒരെണ്ണം തന്നെ മതിയാവും. ഈ മടങ്ങി പോണതൊക്കെ ഇതുപോലെ 2 എണ്ണം ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പിന്നെ മടങ്ങത്തില്ല കേട്ടോ, നല്ല കട്ടിക്ക് തന്നെ ഇരുന്നോളൂ. ഇതുപോലെ നമ്മൾ ഈ വെട്ടിയെടുത്ത ബാക്കി പീസുകളെല്ലാം കൂടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റെക്കോർഡ് ചെയ്യാതിരിക്കുന്നത് പുറത്താണ് കേട്ടോ. പുറത്തെന്ന് വെച്ചാൽ വീട്ടിൻ്റെ വെളിയിൽ. 2 പേരും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, എൻ്റെ 2 മക്കളും. 2 പേരും കൂടി ബഹളം വെക്കുന്നുണ്ട്. അത് അവരുടെ വോയിസാണ് കേട്ടോ ഈ റെക്കോർഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നത്. എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നതാണ് കേട്ടോ. ചേച്ചി കല്യാണം കഴിച്ചതാണോ, കണ്ടാൽ പറയത്തില്ല, കോളേജിലൊക്കെ പഠിക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ. സത്യത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി കേട്ടോ. 2 മക്കളും ഉണ്ട്. അവരാണ് ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോയിലൊക്കെ വരുന്നത് കേട്ടോ. ഇത് കുട്ടനും മിന്നൂട്ടിയും. അപ്പോഴിതേ ഞാൻ ഉണ്ടാക്കിയെടുത്ത വട്ടങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഫെവിക്കോളിൻ്റെ ഗമ്മിട്ടിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആ ഫെവിക്കോളിൻ്റെ ബോട്ടിൽ ഏകദേശമൊക്കെ കാലിയായിട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ കുലുക്കിയൊക്കെ എടുക്കുന്നത്. എന്തായാലും ഉള്ള പശ വെച്ചിട്ട് ഞാൻ സംഗതി എല്ലാം ഒട്ടിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒട്ടിച്ച പീസുകളൊക്കെ അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെച്ചിട്ട് ഞാൻ കുറേ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് നല്ല രീതിക്ക് ഒന്ന് പ്രസ്സായിട്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ദേ എല്ലാ പീസുകളും ഇതുപോലെ നല്ല രീതിക്ക് നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ടേ. കണ്ടോ, ഇത്രയും പീസുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ദേ ഇതുപോലെ നീളമുള്ളൊരു തടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തടി തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലും എടുത്താൽ മതി. നമ്മുടെ പെരേടത്തിലുള്ള വട്ടക്കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ് മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ നല്ലൊരു കമ്പ് മുറിച്ച് ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് അമ്മ എടുത്ത് അടുപ്പിലാക്കി കളഞ്ഞ്. അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ പിന്നെ തടി എടുത്തത്. പിന്നെ ദേ ഈ കാർഡ്ബോർഡിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ അല്ല ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ തടിയില്ലേ അതിൻ്റെ വണ്ണത്തിനാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഇനി ഇതുപോലൊരു ബ്ലേഡോ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് കൈയൊക്കെ നോക്കണം കേട്ടോ, മുറിയാതെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണവേ. നമ്മൾ ആ വരച്ച ആ ഒരു ബോർഡർ കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇളക്കി കളയാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഓരോ ലെയറായിട്ട് ഇളക്കി മാറ്റുമ്പോൾ നല്ലതുപോലെ കണ്ടില്ലേ ഇതുപോലെ വന്ന് ഒരു ഹോളായിട്ട് കിട്ടും. ഇതേ കണ്ടില്ലേ, എല്ലാ പീസിലേക്കും നമ്മൾ ആ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 എണ്ണം വെച്ച് ഒട്ടിച്ച് കൊടുത്തത് കുറച്ച് പാടായിരുന്നു കേട്ടോ, കാരണം അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി കട്ടി കൂടുതലാണല്ലോ. ഇനി ഇതിൻ്റെ ഒരു അറ്റത്തേക്ക്, ആ തടിയുടെ ഒരു അറ്റത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ കുഞ്ഞ് പീസ് ഇതുപോലൊരു വാഷറും ആണിയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ താഴെയായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ മടക്കി വെച്ചിട്ട് ആണി വെച്ചൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്, ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത വട്ടം ഉണ്ടല്ലോ, അത് ഇതുപോലെ അടിയിൽ കൂടി കയറ്റി കൊടുത്തിട്ട് അതിൻ്റെ താഴെയും ഇതുപോലെ തന്നെ കേട്ടോ. ഈ പാറ്റേൺ തന്നെയാണ് കേട്ടോ ലാസ്റ്റ് വരെ ഇങ്ങനെ പോവേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ എല്ലാം ചെയ്ത് കൊടുക്കണം. എല്ലാം ഓരോ ലെയറുകളായിട്ട് വെച്ച് കൊടുത്തിട്ട് കണ്ടോ ഇതുപോലെ കിട്ടും കേട്ടോ, നല്ല നീറ്റായിട്ട് കിട്ടും. ആ തടിക്ക് ലേശം വളം ഉണ്ടോ എന്നൊരു സംശയം കേട്ടോ, അതാണ് അങ്ങനെ വളഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഇത് കണ്ടപ്പോഴേ നമ്മുടെ അമ്പലത്തിലേക്ക് തട്ടുവിളക്കുണ്ടല്ലോ, എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. ഇനി ഇത് നമുക്ക് തറയിലൊന്ന് നിർത്തി കൊടുക്കണമല്ലോ. അപ്പോൾ ഈ കാണിക്കുന്ന ആ വെള്ള സാധനം നമുക്കിവിടെ ആ ഒരു കൊതുവിൻ്റെ മൊസ്കിറ്റോ ബാറ്റില്ലേ അതിൻ്റെ ആ ഒരു അടിയിൽ വെച്ചിരുന്ന സാധനമാണ് കേട്ടോ. അത് ഞാൻ ഇതിലേക്കൊന്ന് ആണി അടിച്ച് ഇങ്ങനെ ഒന്ന് ഉറപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇതുപോലത്തെ ഒരു ഷീറ്റ് എടുത്തിട്ട് അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. കട്ടിയുള്ള ഫ്ലൈവുഡോ എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഇതെൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു ഷീറ്റ് ഞാൻ എടുത്തത്. ഇതുപോലെ കിട്ടുവേ, കണ്ടോ ഇപ്പം നല്ല രീതിക്ക് തറയിലങ്ങ് ഇരുന്നോളും കേട്ടോ. ആടിയൊന്നും പോകത്തില്ല, മറിഞ്ഞും വീഴത്തില്ല.
ഇത് കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ട്രീ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ കാർഡ്ബോർഡൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇവിടെ കിട്ടാതിരിക്കുമ്പോൾ കടയിൽ നിന്നൊക്കെ തന്നെയാണ് കേട്ടോ കാർഡ്ബോർഡൊക്കെ എടുത്തിട്ട് വരുന്നത്. അപ്പോഴത്തേ ഞാൻ ഇട്ടപ്പോൾ ഇത് ലേറ്റായി പോയി, ക്രിസ്മസിനായിപ്പോയി കേട്ടോ. ഞാനൊരു ഒരാഴ്ച മുന്നേ കിട്ടണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ, പക്ഷേ നടന്നില്ല കേട്ടോ. അങ്ങനെയാണ് ലേറ്റായി പോയത്. അപ്പോൾ ഇതേ നമ്മൾ ഇനി ഇരുന്ന് ഉണ്ടാക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീക്ക് ഒരു ട്രീയുടെ ലുക്കൊക്കെ വരണ്ടേ, അത് വെച്ച് കൊടുക്കാനാണ്. ഇങ്ങനെ കാർഡ്ബോർഡിൻ്റെ പീസുകൾ ഇതേ ഒരു കനത്തിൽ വെട്ടിയെടുത്തിട്ട് അങ്ങനെ നമ്മൾ രണ്ടായിട്ടൊന്ന് കണ്ടു ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ കീറിയെടുത്ത പീസുകളൊക്കെ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തിട്ടില്ലേ, അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അവിടെ അണ്ണം ചെയ്യുന്നത് കണ്ടോ, അതുപോലെ ഒന്നിടവിട്ട പീസുകൾ ഇങ്ങനെ ഒന്ന് മടക്കുന്നുണ്ട് കേട്ടോ. ഒന്നിടവിട്ട പീസുകൾ മടക്കി മറ്റേ പീസ് കറക്റ്റ് നിവർന്നു ഇരിക്കും, കണ്ടില്ലേ. അപ്പോൾ അതേ ആ ഒരു പാറ്റേണിൽ കിട്ടും, കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് നമ്മളിതെല്ലാം കൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുട്ടുപിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ടുപിന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ചും കൊടുക്കാം. എൻ്റെ ഗ്ലൂ ഗൺ ഉണ്ട്, പക്ഷേ സ്റ്റിക്ക് കഴിഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ മുട്ടുപിന്നാണ് കേട്ടോ വെച്ച് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല പണിയാണ് കേട്ടോ. ഞാനിത് പെട്ടെന്ന് സ്പീഡാക്കി കാണിക്കുന്നതാണ്. ഇതെല്ലാം ഇങ്ങനെ കുത്തിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കവർ ചെയ്യുന്നത് മാത്രമല്ല, ഞങ്ങളിത് വെട്ടിയെടുക്കുന്നതാണ് കേട്ടോ കുറച്ച് പണി. കുറേ നേരം ഇരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ വെട്ടി കൊടുക്കുന്നത്. ഞാൻ നേരെ അങ്ങ് വെട്ടാനിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വെട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ണൻ അതെല്ലാം എടുത്തിട്ട് മുട്ടുപിൻ ചെയ്ത് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല പണിപ്പെട്ടിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുത്തത്. ഇത് പണിപ്പെട്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്നതല്ല കേട്ടോ. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ എത്ര പണിപ്പെട്ടിട്ടാണെങ്കിലും നമുക്കത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് ആ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് താല്പര്യമുള്ള വർക്കുകൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ചെയ്യാനായിട്ട് ശ്രമിക്കുമല്ലേ, അത് തന്നെയാണ് കേട്ടോ ഇവിടെയും. പിന്നെ അണ്ണൻ എനിക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ ഈ കാര്യങ്ങൾക്കൊക്കെ. അത് ഞാൻ നേരത്തെ 2-3 വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴെനിക്ക് അണ്ണൻ്റെ ഇത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റുമാണ്, താല്പര്യമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് നേരം പോണതും അറിയത്തില്ല കേട്ടോ. പണി നടക്കുന്നത് നമ്മൾ അറിയത്തില്ല, പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. സത്യത്തിൽ ഈ വിളക്ക് പോലെ എന്ന് പറഞ്ഞില്ലേ, ഈ തട്ട് പോലെ നമ്മൾ ചെയ്ത് വെച്ചത്, അത് നേരത്തെ ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ ഇതുപോലെ ഈ ഒരു ലീഫ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം എടുത്തതേ ഉള്ളൂ കേട്ടോ. അതാണ് നമുക്ക് ലേറ്റായി പോയത്. ഇന്നലെയാണ് ഞങ്ങളിത് ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വർക്ക് ഇന്നലെയല്ല മിനിങ്ങാന്ന് ആണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ തട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ലീഫിന് കുറച്ച് നീളവും മണ്ണവും ഒക്കെ കൂട്ടിയിട്ട് തന്നെ എടുക്കണമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അണ്ണൻ്റെ തലയൊക്കെ പിടിച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ആളൊരു പാവമാണേ. അങ്ങനെ നമ്മൾ താഴെ തട്ടിലേയും കൂടിയൊക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണെ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്തൊക്കെയോ ഒന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്രിസ്മസ് ട്രീയുടെ ലുക്കും ആയില്ലേ. ഇനി നമുക്ക് ഈ ക്രിസ്മസ് ട്രീയുടെ ഒരു ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഒരു കുഞ്ഞു തൊപ്പി പോലെ, തൊപ്പി എന്ന് വെച്ചാൽ ഒരു കോണ്, നമ്മൾ ഈ കോൺ ഐസ്ക്രീമൊക്കെ ഇല്ലേ അതിൻ്റെ കോണ് പോലെ ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ഞാൻ വട്ടമൊക്കെ വെട്ടി കൊടുത്തിട്ട് അത് നല്ലതുപോലെ അതിൻ്റെ ഒരു മുകളിലത്തെ പേപ്പറൊക്കെ ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. കീറി കൊടുക്കുമ്പോൾ കട്ടി കുറയുമല്ലോ. ഈ തൊലിയൊരിക്കൽ പരിപാടി ഞാൻ മിക്ക വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഈ കാർഡ്ബോർഡ് വെച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നതിലെല്ലാം ഇതുപോലെ ആ ഒരു പേപ്പർ കീറി കളഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴിതേ ഇനി കാണിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഋതുക്കുട്ടൻ്റെ വിളിയാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത്. സോറി കേട്ടോ, നിങ്ങൾക്ക് ഇത്ര ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ക്ഷമിക്കണം. പിന്നെ എനിക്ക് മൈക്കൊന്നും ഇല്ലാതെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ എല്ലാ റെക്കോർഡിങ്ങിലും എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത്. ആ കോണത്തെ ഇതിനെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലും കൂടി ഇതുപോലെ മുട്ടുപിൻ ചെയ്താൽ ലീഫുകൾ വെക്കുവാണേ. ഹനുമാൻ മരുത്വാമലയും കൊണ്ട് പോണത് പോലെ അണ്ണയെ പോണത് കണ്ടോ. ഇത്രയ്ക്ക് വെയിറ്റ്ലെസ് ആണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഇങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു വാൾ ഡെക്കറും ഹാങ്ങിങ് ലൈറ്റും ആണേ. അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ നേരെ നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു സൈഡിലോട്ട് കൊണ്ടങ്ങ് വെച്ച് ഇനി ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ 4 ഗാർലൻസ് വാങ്ങിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് മാത്രമാണ് ഇപ്പം കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനം. ഇത് ഒരെണ്ണത്തിന് 40 രൂപ വെച്ചിട്ടാണ്. അങ്ങനെ 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പൂമാലകളെല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയിലേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിതിനെ പൂമാല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഞങ്ങൾ 2 പേരും കൂടി ഇത് നല്ല രീതിക്കൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ, ഗ്രീൻ കളർ പെയിൻറ്റ്. പക്ഷേ ഇത് നമ്മൾ വെട്ടത്തില്ലേ, ഈ ലീഫുകൾ വെട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പെയിൻറ്റ് അടിക്കുമ്പോഴത്തേക്കും ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. നമുക്ക് അത്രയും ടൈമും അത്രയും ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടും കൊടുക്കാവേ. പിന്നെ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് കൂടി ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡിയായി. എങ്ങനെയുണ്ട്?
അടിപൊളിയായിട്ടില്ലേ? നമുക്കിപ്പോൾ ടോട്ടൽ 3 ക്രിസ്മസ് ട്രീ ആയേ. ഒന്നാം തടിയുടേതും, ഒന്ന് ദേ ഈ സൈഡിലിരിക്കുന്ന മരം കൊണ്ടുള്ളതും, ഇപ്പോൾ ദേ കാർഡ്ബോർഡ് കൊണ്ടുള്ളതും. അങ്ങനെ ഇത് 3 ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പുൽക്കൂടിലെ ആൾക്കാരെയൊക്കെ ഒന്ന് വെച്ച് കാണിക്കാവോ എന്ന്. ഇത് അവർക്കുള്ളതാണ് ഇത്. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ഐറ്റങ്ങളെല്ലാം? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.